കൃത്രിമം കാണിക്കാനായി സെയിൽ, ടാറ്റ സ്റ്റീൽ അടക്കം 28 കമ്പനികൾ ഗൂഢാലോചന നടത്തിയെന്ന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. സ്റ്റീൽ അതോറിറ്റി, ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ തുടങ്ങിയവയുടെ 52 ഉന്നത ഉദ്യോഗസ്ഥരും ഇതിൽ പങ്കാളികളെന്നാണ് കണ്ടെത്തൽ. പി ബസന്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ബസന്ത്, കൃത്രിമം കാണിക്കാനായി ഗൂഢാലോചന നടത്തിയതിനപ്പുറത്തേക്ക് കൃത്രിമം കാണിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ ഗൂഢാലോചനയുടെ വിവരം പുറത്തു വരുന്നത്? എന്താണ് കണ്ടെത്തൽ? കോമ്പറ്റീഷൻ കമ്മീഷനാണ് ഇപ്പോൾ ഈ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. അതായത് 28 കമ്പനികൾ, ടാറ്റ സ്റ്റീല്, JSW, അതായത് ജിൻഡാൽ സ്റ്റീൽസ്, സ്റ്റേറ്റ് ഓൺഡ്, അതായത് കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ അടക്കം ഉള്ള 28 കമ്പനികളാണ് സ്റ്റീൽ വില ഉയർത്തി നിർത്താൻ ഈ കാലഘട്ടത്തിൽ 23 വരെയുള്ള കാലഘട്ടത്തിൽ ഗൂഢാലോചന നടത്തിയത് എന്നുള്ളതാണ്. കമ്പനികൾക്കെതിരെ കെട്ടിട നിർമ്മാതാക്കൾ, അതായത് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് കോടതിയെ സമീപിച്ചിരുന്നു. അതായത് സ്റ്റീൽ വില അസാധാരണമായ തരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം, ലഭ്യത കുറയുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതൊരു വലിയ തോതിലുള്ള ഒരു കാർട്ടലൈസേഷൻ അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നാരോപിച്ച് ഒരു കേസ് ഉണ്ടായിരുന്നു. ഇതിന്റെ ചൂട് പിടിച്ചാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ അന്വേഷണം നടത്തുകയും ഇതിൽ സത്യാവസ്ഥ ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ 28 കമ്പനികളിലെ ഉന്നത ഉദ്യോഗസ്ഥർ, അതായത് സജ്ജൻ ജിൻഡൽ എന്ന് പറയുന്ന ജിൻഡൽ സ്റ്റീലിന്റെ ഉടമസ്ഥരടക്കമുള്ളവർക്കെതിരെയാണ് കണ്ടെത്തലുകൾ ഉള്ളത്. ഇവരോട് 2023 വരെയുള്ള ഓഡിറ്റഡ് കണക്കുകൾ ഹാജരാക്കാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒക്ടോബർ 6 ഒരു ഇടക്കാല ഉത്തരവ് CCIയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായ അന്തിമ ഉത്തരവ് ഇവരുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാവും. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.